ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോലഞ്ചേരിയിലുള്ള വിൻറ്റേജ് കാസിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുതുതലമുറയിലുള്ള ബേസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അപ്പം നമുക്ക് ഇത് ബേസിലിൻ്റെ വണ്ടിയാണ് കോണ്ടസ. അപ്പോൾ നമുക്ക് ബേസിലിനെ സ്വാഗതം ചെയ്യാം. ഹായ് ബേസിൽ. അപ്പോൾ നമുക്കിന്ന് ബേസിലിൻ്റെ ഈ വണ്ടീനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ഈ വണ്ടി ഏകദേശം ഒരു 1.25 വർഷമായിട്ട് ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ മേടിക്കുന്ന സമയത്ത് ഈ വണ്ടി ബ്ലാക്ക് കളറായിരുന്നു. ടോട്ടലി ഒരു ഡോൺ ലുക്കായിരുന്നു ബ്ലാക്കിൽ. ഫ്രണ്ടിൽ വേറെ 1-2 ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ വണ്ടികളും ഞാനൊരു ക്ലാസിക് ലുക്കായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കാറുള്ളൂ. വേറെ എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യുമോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് അതിനോടൊന്നും ഇഷ്ടമല്ല. എനിക്ക് എല്ലാ വണ്ടികളും നീറ്റായിരിക്കണം, അത് നിർബന്ധമാണ്. വേറെ എൻ്റെ അടുത്ത് പലരും പറയും ബേസിലിൻ്റെ അലോയ് വീല് വാങ്ങിച്ചിടാൻ പാടില്ല. വാങ്ങിച്ചിടുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഈ അലോയ് വീലിൻ്റെ അത് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു വണ്ടി കൊണ്ടടക്കേണ്ട രീതിയിൽ ഒരു ക്ലാസിക് ലുക്ക് ഈ വണ്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അലോയ് ഇടാത്തത്. പിന്നെ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും ഷൂട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് ലുക്കിനാണ് എനിക്ക് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ഇതിൻ്റെ അത് ചെയ്യാത്തത്. പിന്നെ അങ്ങനെ ഞാൻ ബ്ലാക്ക് മാറ്റി വൈറ്റ് അടിച്ചു. വൈറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഹൈലാൻഡേഴ്സ് എന്നും പറഞ്ഞ് റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സനീഷ് എന്ന് പറഞ്ഞ പുള്ളിയുടെ അടുത്താണ് ചേർത്തലയിൽ കൊടുത്തിട്ടാണ് ഞാനിത് വൈറ്റ് ആക്കിയത്. പുള്ളി ഇങ്ങനെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പുള്ളി റീസ്റ്റോർ ചെയ്ത് പലർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഫിനിഷിങ് ചെയ്ത് തരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിനോട് പുള്ളിക്ക് കൊടുത്തു. പുള്ളി എനിക്ക് നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കോണ്ടസയ്ക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ മിറർ വരുന്നുള്ളൂ. പഴയ കാലത്തുള്ള എല്ലാ വണ്ടികൾക്കും സാധാരണ 1 സൈഡ് മിറർ മാത്രമേ ഉള്ളൂ, ലോറിക്കാണെങ്കിലും ബസ്സിനാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ ആ മിറർ ഞാൻ എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മിറർ മാത്രം ചുമ്മാ ഒരു സ്റ്റൈലിന് ഒരു പ്ലേറ്റിങ് കൂടുതൽ എന്തെങ്കിലും ചെയ്യണം എന്നാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിനുവേണ്ടി പ്ലേറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു മിറർ മാത്രം ഒന്ന് എക്സ്ട്രാ ഫിറ്റ് ചെയ്തു. പിന്നെ ഈ വണ്ടീനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ സൺഫിലിം ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ്. നേരത്തെ 84-ൽ ഇറങ്ങുന്ന കോണ്ടസയിൽ ടിൻഡർ ഗ്ലാസ് ആണ് വരുന്നത്. അത് നമ്മൾ സൺഫിലിം ഒട്ടിക്കാൻ ഒരു ബ്ലാക്കിഷ് ഒരു കളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അത് നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഒരു ഈ ആൻറ്റിന മാത്രം നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. ശരിക്കും പറയാം കോണ്ടസയിലെ ഒറിജിനൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻസറിലൊക്കെ വരുന്ന ടൈപ്പ് നമ്മുടെ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സാധനം ആൻറ്റിന പൊങ്ങും. അത് കഴിഞ്ഞ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി താഴുന്ന ആ സാധനമാണ് വരുന്നത്. പക്ഷെ അത് ഇതിൻ്റെ അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. പിന്നെ അത് ഒറിജിനൽ കിട്ടാനില്ല. അതെവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യണമെന്ന് ഓർത്തിരിക്കണം. നമ്മുടെ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഇതാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ടയർ, സ്റ്റെപ്പിനി ടയർ, വീൽ സ്പാനർ, ജാക്കി, പിന്നെ വണ്ടിയുടെ അത്യാവശ്യം നമുക്ക് വേണ്ട സ്പെയറും കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട്. പിന്നെ അതെന്ന് വെച്ചാൽ നമ്മുടെ ബോൾ ജോയിൻറ്റ്സ് കാര്യങ്ങൾ, സസ്പെൻഷൻ്റെ ബുഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റണ്ണിങ്ങിൽ പോകണ വഴിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് എല്ലാ സാധനങ്ങളും തന്നെ കരുതിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ലോങ് ഒക്കെ പോകാറുണ്ട്. ഞാൻ ഈ വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ 150 കിലോമീറ്ററൊക്കെ ഓടിക്കാറ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അത് പോയിട്ട് വാങ്ങിക്കാൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാനിത് എക്സ്ട്രാ സ്പെയർ വാങ്ങിച്ച് വെച്ചേക്കുവാണ്. കാര്യം നമ്മളെവിടെയെങ്കിലും ടോപ്പ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സ്പെയറൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എന്ത് സാധനമാണെങ്കിലും നമ്മളിപ്പോഴത്തെ ഒരു മെർസിഡീസ് ബെൻസ് ഈ ക്ലാസിൻ്റെ പുതിയ സ്പെയറിൻ്റെ പൈസ കൊടുത്താലാണ് എന്ത് സാധനവും കിട്ടുന്നത്. അതുപോലെ വിലയാണ്. കാര്യം ഓരോരുത്തർ ചോദിക്കണ വില നമ്മൾ കൊടുത്ത് വാങ്ങിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വണ്ടി അവിടെ കിടന്നു കഴിഞ്ഞാൽ വണ്ടി അവിടെ കിടന്ന് മോശമായി പോകും. അപ്പോൾ ഞാൻ എല്ലാ സാധനം കരുതി വെച്ചേക്കുവാണ്. ഇത് കോണ്ടസയുടെ 98 മോഡൽ വണ്ടിയാണ്. ഇതിനകത്ത് 2000 cc ഡീസൽ എഞ്ചിനാണ് ഇരിക്കുന്നത്. പിന്നെ AC ആണ് വണ്ടി. പിന്നെ നമ്മളതിൻ്റെ അത് വേറെ പ്രത്യേകിച്ചൊന്നും ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ക്ലാമ്പ് ഷാഫ്റ്റ് ചെറിയതായിട്ട് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്ക് ഇത്തിരി സൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. വേറെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത്രയും വലിയൊരു എൻജിൻ റൂമാണ്.
അത്രയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിലേക്ക് ഇരിക്കുന്നത്, വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യസ് ഫസ്റ്റ് ലക്ഷറി കാറാണ് കോണ്ടസ. ഏറ്റവും കൂടുതൽ സേഫ്റ്റി തരുന്ന ഒരു വണ്ടിയാണ് കോണ്ടസ. ഇതിൻ്റെ അത് കോണ്ടസയുടെ 98 മോഡൽ വണ്ടിയാണ്. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഇസൂസു 2 ലിറ്റർ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇതിൻ്റെ അത് 1995 cc ആണ് വണ്ടി. 1995 cc, 55 bhp ആണ് വണ്ടിക്ക് വരുന്നത്. ഇത് ഇന്ത്യസ് ഫസ്റ്റ് ലക്ഷറി കാറാണ് കോണ്ടസ. നമ്മുടെ ഈ വണ്ടിക്കകത്ത് എന്താ പറയുക, ഏറ്റവും കൂടുതൽ കംഫോർട്ടാണ്. ബാക്കിൽ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കംഫോർട്ടാണ്. നല്ല രസം എന്ന് പറയുന്നത് നമ്മളൊരു മെഴ്സിഡീസ് ബെൻസിൽ ഇരിക്കുന്ന ഒരു കംഫോർട്ടബിൾ ഈ വണ്ടിക്കകത്തുണ്ട്. കാര്യം ഇപ്പോഴത്തെ ഒരു ഇ ക്ലാസിൻ്റെ ഒക്കെ ഒരു കംഫോർട്ട് ഈ വണ്ടിയിലുണ്ട്. കാര്യം ഞാനത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യസ് ഫസ്റ്റ് ലക്ഷറി കാറാണ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ആസ്ട്രേ ഒക്കെ വരുന്നുണ്ട്. ഇതാണ് മറ്റേ ആസ്ട്രേ. ബാക്കിലെ 2 സീറ്റിലും ഈ സാധനം വരുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ സിനിമാ നടന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് ഈ സൈഡിൽ ആസ്ട്രേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് അല്ല, ഇതിൻ്റെ അകത്ത് ഇൻബിൽട്ട് കർട്ടനൊക്കെ ഉണ്ട്. ഈ ബാക്കിലെ കർട്ടൻ ഇതിൻ്റെ അകത്ത് അന്നത്തെ കാലത്ത് വന്നേക്കുന്നുണ്ട്. കോണ്ടസയുടെ ഫെസിലിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഒരു 25 ലക്ഷം രൂപ വരെയുള്ള ഒരു വണ്ടിയിലും പുതിയ വണ്ടികളിലൊന്നും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇത് കമ്പനി ഒറിജിനൽ സീറ്റാണ്. ഞാൻ വേറെ ഇതിൻ്റെ അതൊന്നും ചെയ്തിട്ടില്ല. ഒറിജിനൽ സീറ്റ് കാര്യങ്ങൾ അതെല്ലാം ക്ലാസിക് ലുക്കിൽ തന്നെ അത് നമ്മൾ കൊണ്ടുനടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോണ്ടസയുടെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വണ്ടിയുടെ കീ ഊരി എടുക്കണ പോലെ ഊരി എടുക്കാൻ പറ്റില്ല. ഇത് അറിയാവുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ കീ വരാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒരു സ്വിച്ച് ഉണ്ട്. നമ്മൾ ഈ വിരലില്ലേ, ഇതിൻ്റെ അത് ഈ വിരൽ ഇങ്ങോട്ട് ഞെക്കി അത് കഴിഞ്ഞിട്ട് സാധനം താഴോട്ട് വലിച്ചു, അത് കഴിഞ്ഞിട്ട് കീ ഊരി എടുക്കാം. ഇതാണ് കോണ്ടസയുടെ കീ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചും ഇതുപോലെ തന്നെ കയറ്റി ഇട്ടു, വണ്ടി ഓഫ് ചെയ്തു, കീ വരാൻ പറ്റില്ല. പിന്നെ ഈ സൈഡിലെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് പാർക്ക് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു ലൈറ്റ് ചുമ്മാ വെച്ചിട്ടുണ്ട്. പിന്നെ ടോപ്പിലെ ലൈറ്റ്, ബാക്കി ഇതൊക്കെ ഹോണ് കട്ട് ചെയ്തിടാനുള്ളതാണ്. ഹോൺ അടിക്കാൻ പറ്റില്ല, അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ്. ബാക്കി 2 സ്വിച്ചിൽ കണക്ഷനൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ വണ്ടി വരുമ്പോൾ പവർ സ്റ്റിയറിംഗ് ആയിരുന്നു വണ്ടി. പിന്നെ ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് കംപ്ലൈൻറ്റ് വന്നു. പിന്നെ ഇതിൻ്റെ മുന്നത്തെ ഓണർ അതിൻ്റെ പവർ സ്റ്റിയറിംഗ് ഊരിക്കളഞ്ഞു, അതിൻ്റെ മാനുവൽ സ്റ്റിയറിംഗ് ആക്കി. ശരിക്കും പവർ സ്റ്റിയറിംഗ് ആണ്. പിന്നെ അത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യണമെങ്കിൽ തന്നെ പവർ സ്റ്റിയറിംഗ് ആക്കി റെഡിയാക്കി തന്നെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഏകദേശം 30,000 രൂപ അടുത്ത് ചിലവുണ്ട്. പിന്നെ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് ഇപ്പോൾ ഓടിക്കുന്നതിൽ പവർ സ്റ്റിയറിംഗ് അല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടു നടക്കാം. പിന്നെ എവിടെയും നിർത്തി തിരിക്കുമ്പോൾ മാത്രമാണ് ചെറിയൊരു പ്രശ്നമുള്ളൂ. പിന്നെ അലോയ് വീലൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് വലിയ കംഫോർട്ടബിൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ വണ്ടി നല്ല രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ഒറിജിനലാണ്. ഒറിജിനൽ ഡാഷ്ബോർഡ് കാര്യങ്ങൾ എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മീറ്റർ കൺസോളിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ഗേജ്, പിന്നെ ടെമ്പറേച്ചർ, പിന്നെ ഹാൻഡ് ബ്രേക്ക്, ഓയിലിൻ്റെ ഇത്, പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഇത്, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് പാഡ് തീരാൻ നേരത്ത് ഫ്രണ്ടിൽ സെൻസർ അല്ല, അതിൻ്റെ അത് 2 വയർ പോയിട്ടുണ്ട്. ഇത് ബ്രേക്ക് പാഡിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ഇതാണ്. അത് ബ്രേക്ക് പാഡ് തീരാറായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് ഇവിടെ തെളിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് പാഡ് തീരാറായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇന്നിപ്പോൾ ആ വയറും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടേക്കുവാണ്. അത് നന്നാക്കാൻ പറ്റിയ ആർക്കും തന്നെ അറിയില്ല എൻ്റെ അറിവിൽ. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യാതിട്ടേക്കുവാണ്. പിന്നെ നമ്മളെ ഇതിനകത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഹീറ്റാക്കിയിട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു മഞ്ഞ ലൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി എടുത്ത് ഓടിച്ചുകൊണ്ട് ഇപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ ആ മഞ്ഞ ലൈറ്റ് കെട്ടിട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ AC-യുടെ സ്വിച്ച് ഇതിൻ്റെ സൈഡിലാണ് വരുന്നത്. ഇവിടെയാണ് കമ്പനി AC-യും കാര്യങ്ങളും തന്നെയാണ്. അന്നത്തെ കാലത്ത് വന്ന AC-യും കാര്യം ഞാനിത് റെഡിയാക്കി ഇടുകയാണ് ചെയ്തത്. കംപ്ലൈൻ്റ് ആയിരുന്നു, ഞാനെല്ലാം തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. AC-ക്ക് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൂളിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കോണ്ടസയുടെ വിശേഷങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ആണ് കോണ്ടസ. കാര്യം നമ്മൾ പല വണ്ടികളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും
കാര്യം ഞാൻ ഈ കോൺടസ് ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റുള്ളവർ എൻ്റെ അടുത്ത് വന്നിട്ട് വണ്ടി ഇപ്പോൾ ഓടിച്ചുകൊണ്ട് പോകുന്ന നേരത്ത് കൊണ്ടേ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ബൈക്കൊക്കെ നിർത്തിയിട്ടാണെങ്കിലും എല്ലാവരും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. എങ്ങനെയാണ് വണ്ടി, എങ്ങനെയാണ് സ്പെയർ പാർട്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമോ, എങ്ങനെയാണ് ഭയങ്കര കോസ്റ്റ്ലി ആണോ, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഓരോന്നൊക്കെ ചോദിക്കും. അതുമാത്രമല്ല ഞാൻ ഈ കോൺടസ് ആയിട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും വളരെ നല്ല പ്രായമുള്ള നമ്മുടെ ഓരോ അപ്പാപ്പന്മാരും അമ്മമാരൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കല്യാണത്തിനെ കൊണ്ട് ചെല്ലുമ്പോഴൊക്കെ ആണെങ്കിലും വന്നിട്ട് ഇത് പഴയ കോൺടസ് അല്ലേ, ഈ വണ്ടിയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ, മോനിത് എങ്ങനെ കൊണ്ടു നടക്കണം എന്നൊക്കെ ചോദിച്ച് അവർ ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മളോടൊരു സംസാരിക്കും. അപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതാണ് എൻ്റെ ഏറ്റവും ഞാൻ എൻ്റെ അകത്ത് കൊണ്ടുവരിക. എൻ്റെ പല ഫ്രണ്ട്സും പറയാറുണ്ട്, കാര്യം ഈ വണ്ടി പലപ്പോഴും വർക്ക്ഷോപ്പിലും കിടക്കുമ്പോൾ ഞാൻ ഒത്തിരി പൈസ എൻ്റെ അകത്തായിട്ട് മുടക്കിയിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല, ഒത്തിരി പൈസ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നിനക്കതങ്ങ് വിറ്റ് കളയാൻ പാടില്ല, എന്തിനാ ഈ സാധനം കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ എന്തിനാ ഇത് ഇങ്ങനെ അങ്ങനെയാണ് എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്, വീട്ടിൽ തന്നെയായാലും ചോദിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഇഷ്ടം ഇതാണ്, അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ മുടക്കുന്നു, അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ലക്ഷറി കാർസ് ആൻഡ് വിൻറ്റേജ് കാർസിൻ്റെ ഒരു റെൻറ്റിൻ്റെ ഒരു കമ്പനി ഉണ്ട്, ഞങ്ങളൊരു 3 പേരുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് ബോൺസ് പ്രീമിയം കാർസ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഈ കൂടുതലും ഫിലിം ഷൂട്ടിങ്ങിന്, കല്യാണത്തിനൊക്കെ വണ്ടികൾ കൊടുക്കുക, ഓഡി, ബെൻസ്, BMW, ജാഗുവർ. ഇപ്പോൾ കൊറോണ കാരണം കുറച്ച് പ്രതിസന്ധിയിലാണ് നമ്മൾ. പിന്നെ നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ വണ്ടി കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ഫിയറ്റ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തുണ്ട്. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് W123 എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഈ സംഭവം പോകുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് എടുക്കുന്ന വിൻറ്റേജ് കാർ ഇതല്ല, ഫിയറ്റ് മില്ലസെൻറ്റോ 9057 എലഗൻ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അതൊരു 3 കൊല്ലം മുന്നേ എടുത്തു. അതിൽ അതിൻ്റെ ചേസ് തുരുമ്പായിരുന്നു, നല്ല രസമുള്ള വണ്ടിയായിരുന്നു. അതായിട്ട് പോകുമ്പോഴും പഴയ വണ്ടിയാണ്, കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര നല്ല സെറ്റപ്പ് വണ്ടിയായിരുന്നു. പക്ഷെ എൻ്റെ ചേസ് തുരുമ്പ് വന്നു, പിന്നെ ഞാൻ ആ വണ്ടി കൊടുത്തു കളഞ്ഞു. എനിക്ക് അടുത്തൊരു വിൻറ്റേജ് വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ കൊറോണ കാരണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ W123 അല്ലെങ്കിൽ ഹെറാൾഡ് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തേനെ. നമുക്കിനി ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഈ വണ്ടിക്ക് വരുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ ഈ കോൺടസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ബാക്ക് വീല് റിയൽ വീൽ ഡ്രൈവാണ്. നമ്മുടെ ഇപ്പം ഇന്ത്യയിലുള്ളതിൽ റിയൽ വീൽ ഡ്രൈവായിട്ട് ജാഗുവർ ഉണ്ട്, മെഴ്സീഡീസ് ബെൻസ് ഉണ്ട്, പിന്നെ പോർഷെ, ഇങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ റിയൽ വീൽ ഡ്രൈവാണ് വരുന്നത്. ആ സെയിം സാധനം തന്നെയാണ് കോൺടസയുടെയും വരുന്നത്. അതുകൊണ്ട് വണ്ടിയിൽ ഭയങ്കര യാത്രാ സുഖമാണ്. പിന്നെ അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ശരിക്കും പറയാം കോൺടസ എന്ന് പറഞ്ഞ വണ്ടി ഇംഗ്ലണ്ടിലുള്ളൊരു വാക്സൂൾ എന്ന് പറഞ്ഞ വണ്ടിയുടെ കോപ്പിയാണ്. ഇവിടെ എൻജിൻ മാത്രം ഇസൂസു പ്രൊഡ്യൂസ് ചെയ്തു, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ബിൽഡപ്പ് ചെയ്തു വണ്ടി. പക്ഷേ വണ്ടിയുടെ ഫുൾ ഡിസൈൻ വണ്ടി ഇംഗ്ലണ്ടാണ്. ആ ഒരു ഇംഗ്ലണ്ടിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടിയിലേക്കകത്ത് മിററിൽ ഇംഗ്ലണ്ടിൻ്റെ ഫ്ലാഗ് അടിച്ചേക്കുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. നമ്മൾ ഇനി ഇതുപോലത്തെ വിൻറ്റേജ് കാർസും സ്കൂട്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് പുറകെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോസിനൊക്കെ വേണ്ടി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.